സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മളെല്ലാവരും അങ്ങേയറ്റം ആരാധിക്കുന്ന കേരളത്തിൻ്റെ കറുത്ത മുത്തായിട്ടുള്ള നമ്മുടെ വേടനെ പറ്റിയുള്ളൊരു വീഡിയോ. എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്? നല്ലൊരു ഗാനരചയിതാവിനുള്ളൊരു അവാർഡാണ് വേടൻ ഇത്തവണ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവാർഡ് കിട്ടാനായിട്ട് വേടൻ അർഹനാണോ, അല്ലെങ്കിൽ ആ ഒരു അവാർഡ് വേടനെ അർഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളാണ് ഇപ്പോൾ ആ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം മുഴുനീളം ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ശശികല എന്ന് പറയപ്പെടുന്ന ഒരു വിഷകല പറയുന്നത് ഈ വേടൻ എന്ന് പറയുന്നവന് ഒരു അവാർഡ് കിട്ടേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ വേടൻ്റെ വിഷയം ഉണ്ടായപ്പോഴാണ് നമ്മൾ കാണുന്നത് പല വിഷജന്തുക്കളും മാളത്തിൽ നിന്ന് തൻ്റെ ഉള്ളിലുള്ള വിഷം തുപ്പിക്കൊണ്ട് പുറത്തേക്ക് വരുന്നൊരു കാഴ്ച. അത് ശശികല ആയിക്കോട്ടെ, അത് ഇനിയും സംഘീമിത്രങ്ങളിലെ ഏറ്റവും തലമൂത്തപ്പന്മാർ ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും പുറത്തേക്ക് വരുന്നത് നമ്മൾ ആ ഒരു സമയത്ത് കണ്ടതാണ്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത്? വേടൻ എന്ന് പറയുന്നവൻ ഒരു കഞ്ചാവോളിയാണ്, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്നവൻ സമൂഹത്തിലൊരു പ്രതിബദ്ധത ഇല്ലാത്തവനാണ്, ജാതി വിരുദ്ധതയും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പരസ്പര വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പരസ്പര വൈരുദ്ധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇന്നലകളിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കൊള്ളരുതായ്മ മാത്രമാണ് ഈ പറയുന്ന ജാതി വ്യവസ്ഥ, അല്ലെങ്കിൽ വർണ്ണ വ്യവസ്ഥ, അല്ലെങ്കിൽ ഈ പറയുന്ന വിവേചനങ്ങൾ. ഒരിക്കലുമല്ല. ഇന്നലകളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ 10 മടങ്ങിൽ ഇന്നും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ജാതീയ വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ പല സമയങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ്. ഈ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് വരെയും നമ്മൾ ഈ പ്രശ്നങ്ങൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളിലൊക്കെയും എന്താണ് എടുത്തു നിൽക്കുന്നത്? ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരായതുകൊണ്ട് തന്നെയും അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉയർന്ന ജാതിയിലുള്ളവരെന്ന് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന ഈ സുരേഷ് ഗോപിയെ പോലെയൊക്കെയുള്ള ആളുകൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾ, അതെല്ലാം നമ്മൾ ഈ ഒരു സമയങ്ങളിൽ കണ്ടതാണ്. അതിനെല്ലാം വേടൻ വേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സമൂഹത്തിൽ ഇത്രയും നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ, അനീതിക്കെതിരെ പ്രതികരിച്ചൊരു മനുഷ്യൻ, ഒരു വ്യക്തിയായിരുന്നു വേടൻ. ആ വേടൻ കണ്ടുപിടിച്ചൊരു മാർഗം മാത്രമാണ്. വേടൻ പറയുകയുണ്ടായി മുൻപ്, എന്തിനാണ് റാപ്പ് ഈ ഒരു പരിപാടി, അല്ലെങ്കിൽ ഈ റാപ്പിൽ കൂടി എന്തിനാണ് കഥ പറയുന്നത് വേടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ വേടൻ പറഞ്ഞത്, ഞാനൊരു 10 പേരോട് ഒരുമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെ ഇരിക്കുന്ന 10 പേർക്ക് ഓക്കെ ആയിരിക്കും, അല്ല അവർക്കൊരു ഇമ്പാക്റ്റ് വരും. എന്നാൽ സമൂഹത്തിൽ മുഴുവനും നടക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെയും ഞാൻ അതിനെ ഒരു റാപ്പായിട്ട് എടുത്തുകൊണ്ട് പാടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ടൊരു കാരണമാകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് വേടൻ ആ രംഗത്തേക്ക് ഒരു റാപ്പ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു കലാരൂപമായിട്ട്, അല്ലെങ്കിൽ ഒരു റാപ്പിൽ കൂടി ചിലത് പറയാനായിട്ട് വേടൻ രംഗത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആരെയും അടിച്ചമർത്തിയിട്ടുള്ള, നാളിതുവരെ അടിച്ചമർത്തിയിട്ടുള്ള ചരിത്രം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ വേടനെയും അടിച്ചമർത്താൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് വേടനെതിരെയുള്ള അലിഗേഷൻസ് പലതരത്തിൽ വന്നത്. അതായത് ഒരു പെൺകുട്ടിയെ വേടൻ ഫ്ലാറ്റിൽ കയറി പീഡിപ്പിച്ചു, പിന്നെ ഗവേഷക വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. ഇതെല്ലാം വിവാഹ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു എന്നാണ് ഇവരുടെയൊക്കെ ഭാഷ്യം. എന്നാൽ അവിടെ എന്താണ് നടന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. എന്തിൻ്റെ പേരിലാണ് ഈ ഒരു കാര്യങ്ങളെപ്പറ്റി വേടനെതിരെ ഒരു പരാതിയുമായിട്ട് വന്നതെന്നും എന്തായിരുന്നു അവരുടെയൊക്കെ ചെയ്ത വികാരമെന്നും കേരളത്തിലെ ഓരോ കുഞ്ഞു മക്കൾക്കും അറിയാം. വേടൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് കിട്ടുന്ന സ്വീകാര്യത പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന ഒരുവന് കിട്ടരുതെന്നുള്ളൊരു ധാർഷ്ട്യം, അതായിരുന്നു നമ്മുടെ സമൂഹത്തിലെ ജന്മിമാരെന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വേടനോട് വിരോധമുണ്ടാവാനുണ്ടായ ഒരു പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു പോസ്റ്റാണ്. അതായത് വേടന് കഴിഞ്ഞ ദിവസം മികച്ച ഗാനരചയിതാവ് എന്നൊരു അവാർഡ് കിട്ടി. ആ അവാർഡിന് പിന്നാലെ പല കാര്യങ്ങളും, പല ഡിസ്കഷൻസും പല രീതിയിലും പോയി. അതിന് പിന്നാലെ ഞാൻ കണ്ടതാണ് ഷിനി മധുസൂദനൻ, ഇത് ഏത് അമ്മച്ചിയാണെന്ന് അറിയില്ല, എയറിലാവാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന പോസ്റ്റിലെ ലൈക്കുകളും കമൻറ്റുകളും ഒന്നും പോരാ. വേടനെതിരെ കുറ്റം പറയുമ്പോൾ കുറച്ച് കൂടി ലൈക്ക് കിട്ടും, കുറച്ച് കമൻറ്റ് കിട്ടും, അതിൽ കൂടി കുറച്ച് കാശുണ്ടാക്കാമെന്നുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ. മറ്റേ ആ ഒരു ടീച്ചറില്ലായിരുന്നു നമ്മുടെ മറ്റേ കലാമണ്ഡല സത്യഭാമ, ആ പെണ്ണും പിള്ളയെ പോലെ എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങളും തന്തയ്ക്ക് പുറക്കഴിയാൻ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് ചേച്ചി പറയുന്നത്, ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ചു വീണ തുള്ളിയിൽ ഉടലെടുത്ത വാൽമാക്രിക്ക് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ്. ശിവനേ. പിന്നീട് NB, അച്ഛൻ പരക്കിഴി, അമ്മ പരക്കിഴി, അക്കുടി മക്കളൊക്കെ പരക്കിഴി, ഭരണത്തിനൊത്ത ഗാനരചയിതാവ്. ഈ ഷിനി ആണോ ഷൈനി ആണോ എന്നറിയില്ല, എന്തായാലും മധുസൂദനൻ എന്ന് പറയുന്ന ഒരു തോൽവിയുടെ പേരും കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. കെട്ടിയവനാണോ അച്ഛനാണോ ഒന്നും അറിയില്ല. ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു വേടനെതിരെ വന്നിട്ട് അവർ പറയുന്നൊരു പരാമർശം, ഇത് നമുക്ക് ഇങ്ങനെ പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അങ്ങ് പറഞ്ഞു പോവുകയാണ്.
ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക താല്പര്യത്തിൽ ഉണ്ടായവനാണ് വേടനെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ചേച്ചിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നത്? പബ്ലിക് ടോയ്ലറ്റിൽ കയറി ആർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ചേച്ചിക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? ഞാൻ അതിലേക്ക് കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുന്നില്ല, വെറുതെ ചോദിച്ച് ചേച്ചിയെ കുഴപ്പിക്കുന്നില്ല. ഒരു പരാതിയുമായിട്ടല്ല, ഒരു മനുഷ്യനെതിരെ ഒരു ആരോപണമായിട്ട് വരുമ്പോൾ ഒരു അച്ഛന് പിറക്കുക, പിതൃശൂന്യത്തരം കാണിക്കാതിരിക്കുകയെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അത് ഒരു മനുഷ്യൻ തന്നെയാണ്. അവനും വേദനിക്കുന്ന ഒരു ഉള്ളുണ്ട്, മനസ്സുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ സ്ത്രീയാണ്, എന്ത് തന്തയില്ലായ്മ എന്ത് തോന്നിവാസങ്ങളും വിളിച്ച് പറയാമെന്നുള്ള ഇവരുടെയൊക്കെ ചിന്താഗതി ഉണ്ടല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. വേടനെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുള്ള സ്ത്രീകൾ എന്താണ് അവരുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയില്ല. ഈ വന്നിരിക്കുന്ന ആളുടെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് എനിക്ക് പക്ഷേ കൃത്യമായിട്ട് അറിയാം. ഞാൻ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കി. അമ്മച്ചി ഇങ്ങനെ നല്ലപോലെ കിണിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആയിട്ട് ഇങ്ങനെ ഈ കഴുതയൊക്കെ ചിരിക്കും പോലെ പുറകിലൊരു മാമച്ചി ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. ആരാണത്? എവിടോ കണ്ട് നല്ല പരിചയമുള്ളൊരു മുഖം. അതെ, അത് തന്നെ, നരേന്ദ്രമോദി, നമ്മുടെ മോദിജി, നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു വനിതയാണെന്ന് തോന്നിയിട്ട്. ഇപ്പോൾ 19K ഫോളോവേഴ്സാണുള്ളത്. ഈ ഒരു പ്രശ്നം കൂടി ആവുമ്പോൾ 19 എന്നുള്ളത് 20 ആവും. 20-ൽ കൂടി കുറേ റീച്ച് ഉണ്ടാക്കി കുറേ പണം ഉണ്ടാക്കാം. നാണവും മാനവും ആരുടെയും മുന്നിൽ പണയം വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് റീച്ച് മതിയേ എന്ന് ചിന്തിക്കുന്നൊരു ചേച്ചിയാണ്. ചേച്ചി ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒരു സ്ത്രീക്കെതിരെ സംസാരിച്ചു, സോഷ്യൽ മീഡിയയിൽ കൂടി വൃത്തികേടുകൾ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കെതിരെ കേസുകൾ വരാം. ഇവരൊന്നും അതിനൊന്നും മടിക്കത്തില്ല, ഇവർക്കൊന്നും നഷ്ടപ്പെടാനും കാണില്ല. കാരണം ഇങ്ങനെയൊക്കെ ഏതോ ഒരുത്തൻ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഉണ്ടാക്കിയിട്ടത് അങ്ങനെ ഉണ്ടായതാണ് വേടനെന്ന് പറയുമ്പോൾ ചേച്ചി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞാൻ എന്തായാലും ചോദിക്കും. കാരണം അത് ചോദിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്നെ വെറുതെ വിടത്തില്ല. കാരണം അവരൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ എൻ്റെ ചോദ്യങ്ങൾ മാത്രമല്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി എങ്ങനെയാണ് ഉണ്ടായത്? ചേച്ചിക്ക് വല്ല ഉറപ്പുണ്ടോ? ചേച്ചി ഈ പറയുന്ന പോലെ പബ്ലിക് ടോയ്ലറ്റിൽ കൂടി അല്ല ഉണ്ടായതെന്നുള്ളത്. ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ആ മനുഷ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട്. അയാൾ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായതാണോ നിങ്ങളുടെ പ്രശ്നം? അയാളുടെ നിറം കുറച്ച് ഇരുണ്ടതാണോ നിങ്ങളുടെ പ്രശ്നം? അയാളുടെ മനസ്സിലും അയാളുടെ ശരീരത്തിലുമൊക്കെ ഓടുന്നത് രക്തം തന്നെയാണ് ചേച്ചി. നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഓടുന്നതും രക്തമാണ്, അയാളുടെ ശരീരത്തിൽ കൂടി ഓടുന്നതും രക്തമാണ്. അയാളുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് ധീരയോദ്ധാവിൻ്റെ രക്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് ചാണകം മെഴുകികളുടെ രക്തമാണ്. അങ്ങനെയുള്ള രക്തമുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്നതെല്ലാം, ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ മഞ്ഞപ്പിത്തമുള്ളവർക്കെല്ലാം കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ കാണുകയുള്ളൂ എന്നുള്ളത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചേച്ചിക്കെല്ലാം മഞ്ഞയായിട്ടേ കാണുകയുള്ളൂ. കാരണം ചേച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയും അത് മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട്, മറ്റുള്ളവർ അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ചേച്ചി ശ്രമിക്കുന്നത്. അപ്പോൾ ചേച്ചിയെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ സംഘി മിത്രിണിയാണ്, സംഘികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ അടിമപ്പണി എടുക്കുന്ന ഒരാളാണ്. നമുക്ക് കൂടുതലൊന്നും പറയാനല്ല. സംഘിയാണോ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലൊന്നുമില്ല. എന്തായാലും നിങ്ങൾ വേടനെ പറ്റി പറഞ്ഞതിന് നിങ്ങൾ ദുഃഖിക്കുന്നൊരു ദിവസം വരും. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ വേടന് അവാർഡ് കിട്ടിയതിനെ പറ്റി വേടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞൊരു അവാർഡ് കിട്ടി. മഞ്ഞമ്മൽ ബോയ്സിൽ എഴുതി പാടിയ പാട്ടിന് കുഞ്ഞൊരു അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ പറയുന്നൊരു കാര്യമാണ്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. രണ്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, മഞ്ഞമ്മൽ ബോയ്സിൽ ഞാൻ എഴുതി പാടിയ ഒരു പാട്ടിന് ഒരു കുഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു സംസ്ഥാന അവാർഡ്. പിന്നെന്താണ്, നിങ്ങൾക്കറിയാം ലാലൂര്, ലാലൂരുള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശികർക്ക് അറിയാം ലാലൂര് എങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. ഭയങ്കര അത്ഭുതമായി പോയി. അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കായിക വകുപ്പിനും കേരളത്തിന്റെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ IM വിജയേട്ടൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനാണ് ഏറ്റവും സന്തോഷത്തിലുള്ളത്. ഇങ്ങനെ ഒരു പരിപാടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ്, അതും കേരളത്തിന്റെ കറുത്തുമൊത്തായ നമ്മുടെ പ്രിയപ്പെട്ട IM വിജയേട്ടന്റെ പേരിൽ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടില്ലേ, ഇതില് വേറൊരു വീഡിയോയുടെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. IM വിജയൻ നമ്മുടെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വേടൻ ആ സമയത്ത് പാടുന്നുണ്ട് ഫുട്ബോളിനെ പറ്റിയൊക്കെ. അങ്ങനെയുള്ള രണ്ട് കറുത്തമുത്തിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ മണിച്ചേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വേടനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അയാൾ കേവലം ഒരു റാപ്പർ ആയതുകൊണ്ടാണോ? അയാൾ വെറും ഒരു ഗാനരചയിതാവ് ആയതുകൊണ്ടാണോ? അയാൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പാടി പോകുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ആ വേടൻ ആ പാടുന്നതിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്നത് ഇന്നലകളിൽ നിലനിന്നിരുന്നത് മാത്രമല്ല, അത്
ഇന്ന് നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി കൂടിയാണ്. അത് എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നൊരു വിപത്തിനെ പറ്റി തന്നെയാണ് വേടൻ പാടുന്നത്. ആ വിപത്ത് എന്താണ്? ജാതി, മതം, വർണ്ണം, വിവേചനം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരിലേക്കും അടിച്ചേൽപ്പിക്കാനായിട്ട് വരും. അടിമത്തം എന്ന് പറയുന്നത് ജാതി, മതം, നിറമൊന്നും ആയിരിക്കണമെന്നില്ല. അത് ഏത് തരത്തിൽ പോയാലും അടിമത്തം തന്നെയാണ്. അത് പണത്തിൻ്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും അടിമത്തം തന്നെയാണ്. ഇത്തരം അടിമച്ചങ്ങലകളെ ഭേദിക്കുക എന്നുള്ളത് തന്നെയാണ് വേടൻ ചെയ്തത്. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാവാൻ വേണ്ടിയാണ് വേടൻ വന്നത്. ആ വേടൻ ശബ്ദമാവുക തന്നെ ചെയ്തു. ഈ ഒരു അവാർഡ് ഏറ്റവും അർഹതപ്പെട്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വേടന് തന്നെയാണ്. കാരണം ആ വേടൻ അവാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത്? ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലെങ്കിലും വേടൻ അവാർഡ് കിട്ടണ്ടേ? ആ വേടൻ അവാർഡ് കിട്ടിയത് ശരിക്ക് കൊണ്ടിട്ടുണ്ട് സംഘിമിത്രങ്ങൾക്ക് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സംഘിമിത്രണി ഇങ്ങനെ വന്നിട്ട് കിടന്ന് കിഴങ്ങ് വർത്തമാനമായിട്ട് വരില്ലല്ലോ. പറയാനായിട്ട് ഒരുപാട് തോന്നുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയാണ്, പിന്നീട് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായതുകൊണ്ട് തന്നെയും ഒരു പരിധിയിൽ കൂടുതലും പറയുന്നില്ല. പക്ഷേ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്തും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കാം, തീരുമാനിക്കാം. നിങ്ങളത് പൂരിപ്പിച്ചായിട്ട് നമ്മൾ ഈ പറയുന്നതായിട്ട് അങ്ങ് പൂരിപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ദുഷിച്ച മനസ്സുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, ഇവരെ ഒന്നും സ്ത്രീ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. മറ്റേതോ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകൾ നല്ല സ്ത്രീകളാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളുടെ കൂട്ടത്തിലൊന്നും ഇവരെയൊന്നും കൂട്ടാൻ പറ്റില്ല. ഇതൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഉടനെ തിരിച്ചയക്കേണ്ട സമയമായി. ആ ഒരു സമയമാകുമ്പോൾ കാലനൊക്കെ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. ആളിക്കത്തുന്നത് പെട്ടെന്ന് അണയുമെന്നൊക്കെ പറയുന്നത് പോലെ അമ്മച്ചിക്ക് പെട്ടെന്ന് ഒരു ക്ഷണം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ചിന്താഗതിയും വൃത്തികെട്ട മനസ്സും വൃത്തികെട്ട തോന്നിവാസവുമായിട്ട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൊന്നും വരരുതെന്ന് ഞാൻ പറയുകയാണ്. ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ല, പുരുഷന്മാർക്കെതിരെ ഒരു സ്ത്രീ കാണിച്ച വൃത്തികെട്ട പരിപാടിക്കെതിരെ ശക്തമായി എതിർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് വരാനുണ്ടായാലും ഞാൻ അതിനെ ഫേസ് ചെയ്തോളാം. കാരണം ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടികൾ അത് വേടനാണോ ആരുമായിക്കോട്ടെ അങ്ങനെ പറയാൻ പാടില്ല. അവരുടെ വ്യക്തിത്വത്തിനെയും അവരുടെ പിതൃത്വത്തിനെയുമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അയാൾ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് അയാൾ ഉണ്ടായതിൻ്റെ രീതി അല്ലെങ്കിൽ അയാളുടെ സംസ്കാരത്തിൽ മനസ്സിലാവും. നിങ്ങളുണ്ടായത് എങ്ങനെയാണെന്നുള്ളതും നിങ്ങളുടെ സംസ്കാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ പൊന്നമ്മച്ചി, നമോ ഭാഗം.